നമ്മളെ കമൻസിൽ ചിലരൊക്കെ ഇങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ പ്രോപ്പർ സ്ഥലം എവിടെയാണെന്ന് തമിഴ്നാട്ടിൽ. ഞാൻ തമിഴ്നാട്ടിൽ നമ്മൾ കേരള ബോർഡർ കഴിഞ്ഞ്, അതായത് പാറശാല കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പാണ്. ട്രെയിനിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ പാറശാല കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പായ കുഴുത്തറ എന്ന് പറയും, മാർത്താണ്ഡം, അവിടെയാണ് ഞങ്ങളുടെ സ്ഥലം. അവിടുന്ന് പിന്നെ നമുക്ക് കുറച്ച് പോകാനുണ്ട് വീട്ടിലേക്ക്. അത് ഒരു വേങ്കോട് എന്നാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പറയുന്ന പേര്. നമ്മൾ തമിഴ്നാട് സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുക, വേറെ രണ്ടു കമൻസിൽ ചോദിച്ചു ഞാൻ വീട്ടിൽ തമിഴ് തന്നെയാണോ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ തമിഴും മലയാളം എല്ലാം കൂടെ മിക്സ് ചെയ്ത് സംസാരിക്കും കേട്ടോ. ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞൊരു 7 വർഷത്തോളം ആവാറായി. എന്നിരുന്നാലും എനിക്ക് തമിഴ് വലിയ പിടിയൊന്നുമില്ല. എനിക്ക് തമിഴ് ഭയങ്കര പാടാണ് കേട്ടോ പഠിക്കാനായിട്ട്. അബിക്കുട്ടനെ പഠിപ്പിക്കാനും വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മളിന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറാണ്. ഇത് നമുക്ക് മലക്കറി തന്നെ കുറച്ചേ ഉള്ളൂ കേട്ടോ. നമ്മൾ മത്തങ്ങ എന്ന് പറയും, മത്തങ്ങ തന്നെ പൂസണിക്ക എന്നാണ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് ഒരാൾ തന്നാണ് കേട്ടോ, വീട്ടിൽ വളർത്തിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. മുരിങ്ങാക്കൊക്കെ വലിയ കനമുള്ള മുരിങ്ങാക്കായിരുന്നു. പിന്നെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ജിത്തൂട്ടൻ്റെ അടുത്തുണ്ട് കേട്ടോ. അവൻ ഇടയ്ക്കൊക്കെ സൗണ്ട് വയ്ക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്നും തോന്നരുത്. വേറൊന്നുമല്ല, നമുക്ക് ജിത്തൂട്ടനെ മാറ്റിയെടുക്കാൻ പറ്റില്ല. കാരണം ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഉറക്കിയിട്ടൊന്നും ആൾ ഉറങ്ങുന്നില്ല. അതുകൊണ്ട് അടുത്തിരുത്തിയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ സൗണ്ടൊക്കെ ഇടയ്ക്ക് കേൾക്കും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞു തന്നത്, അപ്പോൾ ഭാഷയുടെ കാര്യം. അപ്പോൾ തമിഴ് വലിയ പിടിയില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ ഒരു 8 വർഷം ആവാറായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ചേട്ടനാണെങ്കിൽ നല്ല വഴക്ക് പറയുന്നുണ്ട് എന്നെ കേട്ടോ. ഇത്രയൊക്കെ ആയിട്ട് തമിഴ് പഠിച്ചില്ലേ, നമ്മൾ എന്താ പറയുക, നമുക്ക് അവിടുത്തെ ഭാഷയല്ലല്ലോ ഇവിടെ. നമ്മൾ ഈ പറയുന്നതിൽ ബഹുമാനക്കുറവൊക്കെ വരും. നമ്മളുടെ അവിടെ നല്ല ബഹുമാനത്തോടെ പറയുന്നത് ഇവിടെ ചീത്ത വാക്കുകളായിരിക്കും. അങ്ങനെ തിരിച്ചും മറിച്ചു വെക്കും. അപ്പോൾ എനിക്ക് അതൊരു പ്രശ്നമുണ്ട് കേട്ടോ സംസാരത്തിൽ. അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരും. പിന്നെ മിക്കവാറും എല്ലാവരും ഞാൻ കേരളത്തിലാണെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ ആരും ഒന്നും പറയില്ല. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ തമിഴെന്ന് വെച്ചാൽ മലയാളത്തോടെ കലർന്ന തമിഴാണ്. അപ്പം നമുക്ക് ഭാഷ മനസ്സിലാവും അവർ പറയുന്നതൊക്കെ. ചേട്ടൻ്റെ അമ്മയും അച്ഛനൊക്കെ സംസാരിക്കുന്നതൊക്കെ മനസ്സിലാവും. പക്ഷേ കട്ട തമിഴല്ല കേട്ടോ നമ്മുടെ സ്ഥലത്ത്. കട്ട തമിഴ് കേൾക്കണമെങ്കിൽ അങ്ങ് നാഗർകോവിൽ, പളനി ആ ഏരിയയിലോട്ടൊക്കെ നല്ലവണ്ണം തമിഴ് പറയാനൊപ്പം ചിലതൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ രാവിലെ ജോലികളൊക്കെ ഒതുക്കിയിട്ട് പാത്രമെല്ലാം കഴുകി വെക്കുവാണ്. ഫുഡെല്ലാം റെഡിയായി. അതിനുശേഷം ചോറെല്ലാം കൊടുത്ത് സൈഷേട്ടന് എല്ലാം മക്കൾക്കൊക്കെ കൊടുത്തു. പിന്നെ ഇതേ സൈഷേട്ടൻ മധുരക്കിഴങ്ങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ചീനിക്കിഴങ്ങെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ജിത്തൂട്ടനാണ്. ഇത് 2-3 മേടിച്ചിട്ടൊന്ന് ഞാൻ ഓരോ ദിവസം എടുത്ത് പുഴുങ്ങും കേട്ടോ. അതിൽ തന്നെ കേടുള്ളതും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സൈഷനും പഴംപൊരിയും ഉള്ളിവടയാണ് വൈകിട്ട് ചായക്ക് മേടിച്ചിട്ടുണ്ടെന്ന് ജോലി കഴിഞ്ഞിട്ട്. ഞാൻ മധുരക്കിഴങ്ങ് നല്ലവണ്ണം കുക്കറിലിട്ടങ്ങ് വേവിച്ച് ഉടച്ചു കേട്ടോ. കാരണം ജിത്തൂട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ കുറച്ചേ കഴിക്കും, അത്രയൊന്നും കഴിക്കില്ല. ബാക്കി ഞാനാണ് കഴിക്കുന്നത്. പിന്നെ വൈകിട്ടത്തെ ചായ ഇടുക. ചായ ഇട്ടിട്ട് ഇനി നമുക്ക് വിളക്ക് എത്തിക്കണം കേട്ടോ. ഇനി ആ ഒരു ജോലി കൂടെ ഉള്ളൂ. പിന്നെ ജിത്തൂട്ടിനെയും കൊണ്ടിട്ട് കഷ്ടമാണ് എല്ലാ ജോലികളൊക്കെ ചെയ്യാൻ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ജിത്തൂട്ടിനെ ഇപ്പം 9 മാസമായി. ഇനി ഒരു 2-3 വർഷത്തോടെ കഴിഞ്ഞ ആൾക്ക് 1 വയസ്സാവും. പിന്നെ എങ്ങനെയും ഒരു അംഗൻവാടി പരുവായാൽ മതിയായിരുന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ചായ ഇന്ന് വെളിയിലൊന്നിന്ന് കഴിക്കുന്നത്. ആ കാണുന്ന വീട്, ആ 2 നില വീട്, അത് അവിക്കൊണ്ട കൂട്ടൊരു ദിയയുടെ വീടാണ് കേട്ടോ. ദിയൊന്നും അവിടെ ഇല്ല, വെക്കേഷൻ ആയതുകൊണ്ട് ദിയയുടെ അമ്മയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചായ കുടിച്ചിട്ട് അകത്തേക്ക് കയറി വന്നിട്ട് അവിടെയാണ് നമ്മൾ ഉള്ളിവടയും പഴംപൊരി ഇരിക്കുന്നത് കേട്ടോ. ചായക്കുള്ള കടി നമ്മൾ കഴിക്കാൻ പോവാണ് അവിടെ ഇരുന്ന്. അപ്പോൾ അബിക്കുട്ടൻ കാർട്ടൂൺ കണ്ടുകൊണ്ടും ചായ. വെക്കേഷൻ ആയതുകൊണ്ട് അബിക്കുട്ടൻ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ജിത്തൂട്ടനെ നോക്കാൻ ഒരാളായി. എനിക്ക് അവനെ ഏൽപ്പിച്ചിട്ട് ജോലിയൊക്കെ ചെയ്യാൻ കേട്ടോ. എന്നിരുന്നാലും ചില നേരം കുറച്ച് നേരമൊക്കെ അവൻ്റെ കൂടെ ഒന്ന് കളിക്കുകയുള്ളൂ. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്ക്. എന്നെ കണ്ടില്ലെങ്കിൽ എന്നെ അടുക്കളയോട്ട് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ വല്ല ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കൂടെ വരാനായിട്ട് എപ്പോഴും ഇപ്പോൾ എഴഞ്ഞ് അവിടെ എല്ലാം ഫുള്ളും കിടന്ന് നടത്തുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ വിളക്കെണ്ണ തീർന്നു. അപ്പോൾ വിളക്കെണ്ണ സെഷൻ മേടിച്ചിട്ടുണ്ട്. അത് പൊട്ടിച്ച് നമ്മൾ കുപ്പിയിലോട്ട് ഒഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ പൂജാ റൂമാണിത്. പൂജാ റൂമിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുന്ന ഭാഗത്തൊക്കെ റബ്ബർ കാടാണ്. റബ്ബർ കാടും വാഴത്തോട്ടമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ആൾ താമസമൊന്നുമില്ല. ഇല്ലാത്ത ഏരിയയാണ്. നമ്മൾ നല്ല ഭംഗിയാണ് ആ സ്ഥലമൊക്കെ കാണാൻ കേട്ടോ. അങ്ങനെ സന്ധ്യയായി. വിളക്ക് എത്തിക്കണം. വിളക്ക് എത്തിച്ചിട്ട് പിന്നെ കുറച്ചേരം മോൻ്റെ കൂടെ ചിലവഴിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിനോട് ചേർന്നുള്ള വാഴത്തോട്ടം. ഇത് ചുവന്ന പഴമാണ് കേട്ടോ, കപ്പപ്പഴമാണ്. അതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞ് അടുത്ത നട്ടിരിക്കുകയാണ്. ഇത് അനിയൻ്റെ വീടാണ് കേട്ടോ.
അങ്ങനെ ഞാനും ജിത്തുക്കുട്ടനും സൈഷേട്ടനും അബിക്കുട്ടനോടെ വിളക്ക് കത്തിച്ച് തൊഴുതു. അതിനുശേഷം ജിത്തുക്കുട്ടന് ഇതേ മധുരക്കിഴങ്ങ് കൊടുത്തു. എന്നിട്ട് ബാക്കിയൊന്ന് ഞാൻ കഴിച്ചു. എന്നിട്ട് ഇതേ സൈഷേട്ടൻ്റെ അച്ഛനാണെങ്കിൽ പഴംപൊരിയുടെ ബജി മേടിച്ചിട്ടുണ്ട്, ബജി കഴിച്ചിട്ട് പിന്നെ സൈഷേട്ടൻ രാത്രി കടയ്ക്ക് പോയി ഇറച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. രാത്രി പൊരിക്കാനായിട്ട് മേടിച്ചിട്ടുണ്ടെന്നാണ് ഇറച്ചി. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ബാലൻസ് വെച്ചിട്ടുണ്ട് നാളത്തേക്ക് കറി വയ്ക്കാനായിട്ട്. അങ്ങനെ നമ്മൾ രാത്രി ഇറച്ചിയൊക്കെ വറുത്ത് ചോറ്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.